Hi, hello, this is Gopika Diju, second year MBBS, Tashkent State Medical University. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ട്രക്കിങ്ങിന് പോവാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോകാൻ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകുന്നത് വെഗാൻസ വെക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സീനിയേഴ്സ് തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻസി ത്രൂ ആണ് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ വന്നു കേട്ടോ. ഇനി നേരെ തോക്സോയിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് സോക്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങനെ സോക്സൊക്കെ വാങ്ങി ഇനി നേരെ തോക്സോയിലേക്ക്. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി. അപ്പം നമ്മൾ ട്രക്കിങ് തുടങ്ങുന്നതിന് മുന്നേ തരുന്ന ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളാണ് അടുത്ത ക്ലിപ്പിൽ കാണുന്നത്. തിരിച്ചതുപോലെ തന്നെ പിന്നെ ഏകദേശം ലാസ്റ്റ് 500 മീറ്റർ മാത്രമേ സ്റ്റീപ്പായിട്ടുള്ള പോയിന്റ് വരുന്നുള്ളൂ. പിന്നെ ഏകദേശം ഒരു 2 ഹവേഴ്സോളം ഹൈക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാട്ടർഫോൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് കാണും. നിങ്ങൾക്ക് അവിടെ താഴെ ഇറങ്ങാൻ പറ്റും. വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനെ മറ്റു കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ടൈം ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും നമുക്ക് മെയിൻ വാട്ടർഫോൾസിലേക്ക് പോകാം. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് അവർ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഇനി നേരെ നടക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആക്ച്വലി നല്ല അടിപൊളി വിഷ്വൽസ് ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നടക്കാൻ നല്ല മടിയാണ് എനിക്ക്. ആ മടിയുള്ള ഞാനാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രക്കിങ്ങിന് പോകുന്നത്. നമുക്ക് ആക്ച്വലി തോക്സോയിൽ നിന്ന് വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനോ തീരാനായോ എന്ന്. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് പകുതി പോലും ആയിട്ടില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ വാട്ടർഫോൾസ് കാണാൻ പറ്റും കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാനൊക്കെ. പിന്നെ നമുക്ക് മുകളിൽ പോയാലാണ് ഫുഡ് കിട്ടുക. അതേപോലെ മുകളിൽ പോയാൽ വലിയ വാട്ടർഫോൾ കാണാൻ പറ്റുമെന്നുള്ളത് കൊണ്ടുള്ള ആ ഒരു ഗോൾ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ നടന്നത്. പിന്നെ ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കും. പിന്നെ ബ്രേക്കിന് മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക തന്നെയാണ്. ഈ ഒരു സ്പോട്ടിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കയറാനൊക്കെ. ബട്ട് ഈ ഒരു വെഗാൻസ ടീം നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറാനൊക്കെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ വെഗാൻസ വെക്കേഷൻസിൻ്റെ വൺ ഓഫ് ദ മെയിൻ കോർഡിനേറ്ററാണ്, ജുനേദിക്കയാണ്, നമ്മുടെ സീനിയറും കൂടിയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് തോക്സോയ് വാട്ടർഫോൾസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയം കേട്ടോ. ഫുഡ് നമുക്ക് ഇവരായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് അവർ തന്നെ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ജ്യൂസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സഫ്വാൻ്റെ ബർത്ത്ഡേ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നേരത്തെ ജുനേദിക്കിനെ കൈ കണ്ട കേക്ക് സഫ്വാൻ്റെ ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു പ്ലാൻ. പുതിയ സ്ഥലങ്ങളും പുതിയ പരിപാടിയൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ അമ്രാസ് നമ്മുടെ ഇന്നത്തെ ട്രക്കിങ്ങിന്റെ എക്സ്പീരിയൻസ് പറയും.
ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ എത്തി കുറെ കുന്ന് കയറി ഇവിടെ വന്ന് വെക്കൻസി എന്നൊരു ഇതാണ് ഞങ്ങൾ വെക്കേഷന്റെ മെയിൻ ആളാണ് ജുനൈദ്. നല്ല സർവീസ് ആയിരുന്നു. അവർ ഞങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തു, കുറെ സ്ഥലങ്ങൾ കാണിച്ചു, കുറെ വാട്ടർഫോൾ കാണിച്ചു. അടിപൊളി വ്യൂ അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മൾ വന്ന വഴി തന്നെ നേരെ താഴോട്ട്. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം താഴെ എത്തിയപ്പം നമ്മൾ കഴുതേനെയും കുതിരേനെയും ഒക്കെ കണ്ടിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ താഴെ എത്തിട്ടോ. പിന്നെ നമുക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് താഴെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞു. ഇനി നേരെ വാന് കയറി ഹോസ്റ്റലിലേക്കാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഫസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ എൻ്റെ ഫസ്റ്റ് ട്രക്കിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ശരി, ബൈ.